വലിയ നോമ്പിൻ്റെ തുടക്കമാണ് നെറ്റിയിൽ കരികൊണ്ട് കുരിശു വരച്ചോ അല്ലെങ്കിൽ തലയിൽ കുരിശാകൃതിയിൽ ചാരം പൂശിയോ ആരംഭിക്കുന്ന വിഭൂതി തിരുനാൾ. കരികൊണ്ട് കുരിശു വരച്ചു തുടങ്ങുന്നതിനാൽ കരിക്കുറി തിരുനാളെന്നും തലയിൽ ചാരം പൂശുന്നതിനാൽ വിഭൂതി എന്നും പേരുണ്ടായി. വിഭൂതി എന്ന വാക്കിന് ഐശ്വര്യം, ശക്തി, വലിപ്പം, ധനം, സൃഷ്ടി, ഭസ്മം എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ അവസാനത്തെ അർത്ഥത്തിലാണ് നാം വിഭൂതി തിരുനാൾ എന്ന് പറയുന്നത്. പൗരസ്ത്യ സഭകളിൽ പൊതുവെ തിങ്കളാഴ്ച നോമ്പ് ആരംഭിക്കുമ്പോൾ പാശ്ചാത്യ സഭയിൽ ബുധനാഴ്ചയാണ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ സ്വാധീനം കേരളത്തിലെ സീറോ മലബാർ സഭയിലുമുണ്ട്. ആരാധനാക്രമ പരിഷ്കരണത്തിന് മുമ്പ് എല്ലാ സീറോ മലബാർ രൂപതകളിലും ബുധനാഴ്ചയായിരുന്നു ആരംഭം. അതിനാൽ വിഭൂതി ബുധൻ എന്ന പേരുണ്ടായി. എന്നാൽ പുരാതന പാരമ്പര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി നോമ്പ് തിങ്കളാഴ്ച തന്നെ തുടങ്ങണം എന്ന തീരുമാനമുണ്ടായി. എന്നാലും ചുരുക്കം ചില സ്ഥലങ്ങളിൽ പ്രായോഗിക പരിഗണനയുടെ പേരിൽ ഇപ്പോഴും ബുധനാഴ്ച നോമ്പ് തുടങ്ങുന്ന പതിവ് നിലനിൽക്കുന്നു. കരികൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ചാണ് പൊതുവെ നോമ്പ് ആരംഭിക്കുക. തലേവർഷം ഓശാന ഞായറാഴ്ചത്തെ ഉപയോഗത്തിനായി ആശീർവദിച്ച കുരുത്തോലകൾ കത്തിച്ചുണ്ടാക്കിയ കരിയിൽ എണ്ണ ചേർത്ത് കുഴമ്പാക്കിയാണ് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നത്. ചാരമായി തലയിൽ പൂശുന്നതും കത്തിച്ച് ചാമ്പലാക്കിയ ഓശാന കുരുത്തോലകൾ തന്നെ. യേശുവിനെ രാജാവായി ജെറൂസലേമിലേക്ക് സ്വീകരിച്ച ജനം പച്ചിലക്കമ്പുകൾ വഴിയിൽ നിരത്തിയും ശിമയോൻ്റെ നേതൃത്വത്തിൽ ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ ജനം ഈന്തപ്പന കൊമ്പുകൾ വീശി സ്വാതന്ത്ര്യം ആഘോഷിച്ചതും അനുസ്മരിപ്പിക്കുന്നതാണ് ഓശാന ഞായറിലെ കുരുത്തോല. ഭൗതിക മഹത്വം എത്ര വേഗം അസ്തമിക്കുന്നു എന്ന് കുരുത്തോല കത്തിച്ച് ചാരമാക്കുന്നതിലൂടെ അനുസ്മരിപ്പിക്കുന്നു. ഭക്തരുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്ന പുരോഹിതൻ പറയുന്ന വാക്കുകൾ ചടങ്ങിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്നോർത്തുകൊള്ളുക. സ്വന്തം ബലഹീനതകളെയും മർത്യതയെയും അനുദപിച്ച് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് പിന്തിരിഞ്ഞ് പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ ഈ കർമ്മം വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു. ഭൗതിക മഹത്വം എത്ര വേഗം അസ്തമിക്കുന്നു എന്ന് കുരുത്തോല കത്തിച്ച് ചാരമാക്കുന്നതിലൂടെ അനുസ്മരിപ്പിക്കുന്നു. ഭക്തരുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്ന പുരോഹിതൻ പറയുന്ന വാക്കുകൾ ഈ ചടങ്ങിൻ്റെ അർത്ഥം ആഴമാക്കുന്നു. കരികൊണ്ട് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നതും തലയിൽ ചാരം വിതറുന്നതും അനേകം ധ്വനികൾ ഉൾക്കൊള്ളുന്ന അടയാളമാണ്. മനുഷ്യൻ്റെ മർത്യതയെക്കുറിച്ചുള്ള അനുസ്മരണമാണ് ഒന്ന്. ഈ ശരീരവും ലോകവും എല്ലാം കടന്നുപോകും. മണ്ണിൽ നിന്ന് എടുത്ത ശരീരം മണ്ണിലേക്ക് മടങ്ങും. അതേസമയം അമർത്യമായ ആത്മാവ് ഈ ശരീരത്തിൽ വസിക്കുന്നു. അതിനാൽ നിത്യജീവനെ ലക്ഷ്യം വെച്ച് ഈ ഭൂമിയിലെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ആരാധനാക്രമ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ദിവസങ്ങളിലൊന്നാണ് അനുതാപ പാപപരിഹാര പ്രക്രിയയിലൂടെ പുണ്യങ്ങൾ പൂക്കുന്ന വലിയ നോമ്പിലേക്ക് ക്രൈസ്തവർ പ്രവേശിക്കുന്ന വിഭൂതി ദിനം അഥവാ കുരിശുവര തിരുനാൾ. നോമ്പുകാലത്തിൻ്റെ ആദ്യ ഞായറിന് പിറ്റേ ദിവസമാണ്, അതായത് തിങ്കളാഴ്ചയാണ്, സീറോ മലബാർ, സീറോ മലങ്കര സഭ അടക്കമുള്ള പൗരസ്ത്യ സഭകൾ വിഭൂതി ആചരിക്കുന്നത്. ഈസ്റ്റർ ഞായറിന് 46 ദിവസങ്ങൾ മുമ്പ് വരുന്ന ബുധനാഴ്ചയാണ് റോമൻ സഭ വിഭൂതി ആഘോഷിക്കുന്നത്. അതായത് ലാറ്റിൻ സമൂഹം വിഭൂതി ബുധന് ഏറ്റവും ശക്തമായ പ്രാധാന്യം നൽകി വരുന്നു. അനുതാപത്തിൻ്റെയും ഉപവാസത്തിൻ്റേതുമായ യഹൂദ പാരമ്പര്യത്തിൽ നിന്നുമാണ് വിഭൂതി ബുധൻ്റെ ആരംഭം. വിഭൂതി ബുധനിൽ ശിരസിൽ ചാരം പൂശുന്ന പതിവുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച പൂഴിയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ചാരം. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും എന്ന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിലെ വചനം പറഞ്ഞുകൊണ്ടാണ് വൈദികൻ വിശ്വാസിയുടെ നെറ്റിയിൽ ചാരം പൂശുന്നത് തന്നെ. 2-ാം നൂറ്റാണ്ടിലെ സഭാസംബന്ധിയായ ചില രേഖകളിൽ ഇത്തരത്തിലുള്ള ചാരം കൊണ്ടുള്ള കുരിശുവരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം ആചാരത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് അർത്ഥം. കുദാശകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർക്കും അക്രൈസ്തവർക്കും കുരിശുവര തിരുനാൾ ദിനത്തിൽ ചാരം കൊണ്ട് നെറ്റിയിൽ കുരിശു വരയ്ക്കുവാൻ അനുവാദമുണ്ട്. എല്ലാ വിശ്വാസികളും അനുതാപത്തിൻ്റെ പ്രതീകമായ ചാരം കൊണ്ട് നെറ്റിയിൽ കുരിശു വരയ്ക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നു. യോനായുടെ പ്രവചനം കേട്ട നിനവേ നിവാസികൾ തീവ്ര പശ്ചാത്താപത്തിൽ രാജാവും പ്രഭുക്കന്മാരും സാധാരണ ജനങ്ങളും ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച മാതൃക പിന്തുടർന്നുകൊണ്ടാണ്
നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശു വരയ്ക്കുന്ന പതിവ് ആരംഭിച്ചത്. ഈ ഭൂമിയിലെ ജീവിതം ഒരിക്കൽ കടന്നു പോകുമെന്നും എളിമപ്പെടാനും ത്യാഗമനോഭാവത്തോടെ ജീവിക്കാനും ഓർമ്മപ്പെടുത്തുകയുമാണ് ഈ ദിവസത്തിലെ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. മുൻ വർഷത്തിലെ കുരുത്തോല വിശുദ്ധജലം കൊണ്ട് വെഞ്ചരിക്കുകയും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് സുഗന്ധപൂരിതമാക്കുകയും ചെയ്തതിന് ശേഷമാണ് ചാരമാക്കുന്നത്. അനുതാപമാർന്ന ഹൃദയത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ദൈവം കടാക്ഷിക്കും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചാരം പൂശൽ. അനുതാപത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസമായ വിഭൂതി ബുധനിൽ മറ്റ് ആഘോഷങ്ങളിൽ ചേരുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് പാരമ്പര്യമായി സഭ അനുഷ്ഠിച്ചു വരുന്ന കാര്യം. അതുപോലെ തന്നെ ദിവസം മുഴുവനും നെറ്റിയിൽ കുരിശു വരയ്ക്കേണ്ടതിൻ്റെ ആവശ്യമില്ലെങ്കിലും ക്രൈസ്തവ സാക്ഷ്യത്തിനുള്ള അവസരമാണ് വിഭൂതി ബുധൻ. നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് മുന്നിൽ ക്രിസ്തീയ സാക്ഷ്യമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള അവബോധം അനേകരിൽ ജനിപ്പിക്കാനും ക്രിസ്തീയ മാതൃക പിൻചെല്ലുവാനും ഇത് പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.